ഹലോ, ഞാൻ ലിബില്ലി. നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററിൽ പോയി കണ്ടു. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച റിലീസായ പടമാണ്. എനിക്ക് കാണാൻ പറ്റിയില്ല, ജോലിയുടെ തിരക്കായ കാരണം കാണാൻ പറ്റിയില്ല. അത് കാരണം ഇന്ന് ഞായറാഴ്ച പോയി കണ്ടു. പടത്തില് മാത്യു തോമസ്, അതേപോലെ തന്നെ റോഷൻ ഷാനവാസ്, പിന്നെ വിനീത് സഭ, ഇവരിലെ മൂന്നുപേരും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് പിടിച്ച പടമാണ് നെല്ലിക്കാമ്പൊയിലെ നൈറ്റ് റൈഡേഴ്സ്. പടത്തിനെ പറ്റി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നെല്ലിക്കാമ്പൊയിൽ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലുള്ള കുറച്ച് ഐതിഹ്യങ്ങൾ, അതായത് കൂലി വരുന്നു, അങ്ങനെ കൂലി വരുമ്പോ ആരും കാണാൻ പാടില്ല, അങ്ങനെ ആ ഒരു ഒരു സംഭവമാണ് വന്നത്. അതായത് നെല്ലിക്കാമ്പൊയിൽ എന്ന് പറഞ്ഞ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കേരള തമിഴ്നാട് അതിർത്തി. അപ്പൊ അതിന്റെ ഒരു മിക്സഡ് കൾച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ കൂടുതലും കാട്ടിക്കുന്നത്. അപ്പൊ അതേപോലെ അതാണ് പടത്തിൽ കാട്ടിക്കുന്നത്. പിന്നെ പടത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മറ്റേ സീനിയർ ആക്ടേഴ്സായ അബു സലീം, അതേപോലെ തന്നെ റോണി ഡേവിഡ്, അങ്ങനെ കുറെ പേര് ഈ പടത്തിലുണ്ട്. എല്ലാവരും പേര് ഞാൻ എടുത്തു പറയല്ല, കാരണം പേര് എനിക്ക് ശരിക്കും ഓർമ്മയിട്ടുള്ള. പിന്നെ ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കൂലി എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് ഒരു നാട്ടിലെന്തോ ഒരു ദൈവം എന്തോ സംഭവമൊക്കെയാന്ന് തോന്നുന്നു. അങ്ങനെ കൂലി വരുമ്പോ വേറെ ആരും വരാൻ പാടില്ല, വേറെ കാണാൻ ആ വഴിയിലെ വരാൻ പാടില്ല എന്നുള്ള ഒരു സംഭവം. അപ്പൊ അതിനെ തെറ്റിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തില് കാണിക്കുന്നത്. പടത്തില് അത് കാണിക്കുന്നത് അത് തന്നെ. പിന്നെ ഈ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമുണ്ട്. ഇഷ്ടപ്പെടാത്തല്ലേ, അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. അതായത് ഇതില് നായകൻ എന്ന് പറഞ്ഞാൽ മറ്റേ മാത്യു തോമസ്. മാത്യു തോമസിന്റെ ഒരു പേടി, ആ പേടി കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു പ്രേതത്തിനെ കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് കാട്ടാ. എനിക്ക് അങ്ങനെ തോന്നിയത്. അതിന്റെ ആ ഒരു പ്രേതത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്തിനാ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിക്കും. കാരണം എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് പറ്റില്ല. അതായത് ഇത് ഹൊറർ ഒരു ജോണറിലാക്കാൻ വേണ്ടിയാണോ അവർ ആ പ്രേതത്തിനെ കൊണ്ടുവന്നതെന്ന് അറിയില്ല. ചിലപ്പോ അതായിരിക്കുള്ളൂ. എന്തായാലും പടം തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമ കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളു പടത്തിലെ ഒരു ഇത്. നെല്ലിക്കാമ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലം, അവിടുത്തെ കുറച്ച് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കാണിക്കുന്ന ഒരു സിനിമ. പിന്നെ മാത്യു തോമസ് നല്ല രസമായിട്ട് പുള്ളിക്കാരൻ ഇത് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒക്കെ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുള്ളിയുടെ. മാത്യു തോമസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിലെ സൗണ്ടും ആ എഫക്റ്റ് ഒക്കെ അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പടത്തിന്റെ ക്വാളിറ്റി എന്താണ്, മേക്കിംഗ് എന്താണ്, കാര്യങ്ങളെന്നൊക്കെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ എല്ലാവരോടും തിയേറ്ററിൽ പോയി ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. നെല്ലിക്കാമ്പൊയിലെ നൈറ്റ് റൈഡേഴ്സ്, അങ്ങനെ വേണം പറയും. പിന്നെ അബു സലീം ഈ പടത്തിൽ റോൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനായിട്ടാണ്. അപ്പൊ അതിൻ്റെതായ കോമഡിയും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ലാസ്റ്റ് പുള്ളിയാണ് ഇതില് ശരിക്കും പറഞ്ഞ വില്ലനൊക്കെ പിടിച്ച് വെടിവെച്ചിടുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുള്ളി തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞ റിട്ടയർഡ് പട്ടാളക്കാരൻ. പുള്ളിക്കാരന്റെ രീതിയിൽ പുള്ളിക്കാരൻ ചെയ്യേണ്ടത്. ആ പുള്ളി പറഞ്ഞ ഡയലോഗ് ആയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു പട്ടാളക്കാരൻ തന്നെയാണ്. പിന്നെ എന്താ പറയാ, റോണി ഡേവിഡ് ഇതിൽ നാട്ടുകാരനായിട്ടാണ്. ആ എന്നാലും പുള്ളിയും ഇതിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ കൂലിയല്ല, കൂലി അവർക്ക് വിശ്വാസമാണ്. ലാസ്റ്റ് കൂലിയൊക്കെ വരുന്നുണ്ട്. അതായത് കുതിരക്കാലം എന്ന് പറഞ്ഞൊരു ഒരു സംഭവം, ഒരു കുതിരയുടെ ഒരു കാലും വെച്ചൊക്കെ ഉള്ള ഒരു എന്തോ വൈരാഗ്യം എന്നല്ല, പടത്തിൽ ലാസ്റ്റ് ക്ലൈമാക്സ് പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ അവന് എന്നോട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും തോന്നിയപ്പോൾ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ വന്നാ, പക്ഷെ അത് ഈ നാട്ടുകാർക്ക് മൊത്തം ഇങ്ങനെ ഉപദ്രവമായിരുന്നു, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട്. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്താണ് കാര്യമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നല്ല രസമായിട്ട് എല്ലാവരും അഭിനയിച്ചിരുന്ന ഒരു സിനിമയാണ് നെല്ലിക്കാമ്പൊയിലെ നൈറ്റ് റൈഡേഴ്സ്. എന്തായാലും പടം ഇഷ്ടപ്പെട്ടു. ആ സൗണ്ട് എഫക്റ്റ് ആണ് എനിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ വിഷ്വലും, അപ്പൊ അതായത് ഞാൻ പറഞ്ഞു നെല്ലിക്കാമ്പൊയിലെ ഒരു ഗ്രാമപ്രദേശത്തിന്റെ എല്ലാ പച്ചപ്പും കാര്യങ്ങളും ഈ ഈ ഈ പടത്തിലോട്ടം നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ തന്നെയുള്ളൂ, വേറെ കൂടുതൽ ഇതിൽ പറയില്ല. പിന്നെ ഇതിൽ അഭിനയിച്ചിരുന്നത് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു നായികയാണ്. അവരുടെ മുമ്പ് ഉള്ള പടങ്ങളുടെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, മുഖപരിചയമില്ല. എന്തായാലും നല്ല രസമായിട്ട് ചെയ്തു. പക്ഷെ ഒരു നായിക അവര് മറ്റേ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, അതേപോലെ തന്നെ നായകൻ മാത്യു തോമസ്. പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ അധികം കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയും കണ്ടൊക്കെ അത് വീണു പോകണം. അത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ പടത്തിലാണ്. പിന്നെ ക്ലൈമാക്സിൽ ഒരു പോലീസുകാരനൊക്കെ വന്നിട്ടുണ്ട്. പോലീസുകാരന്റെ പേര് എന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിനെ കാരണം ഞാൻ ഏതൊക്കെ പടത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് വിഷ്ണു അഗസ്ത്യ എന്ന് പറഞ്ഞു ഏതോ പടത്തിലല്ല, ആർഡിക്സിലാന്ന് തോന്നുന്നു, അതിലാണോന്ന് പറഞ്ഞൂടാ, ഓർമ്മയില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ പടം കണ്ടു നോക്ക്, കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും
പടത്തിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ രസമാണ് വലുത്. മേക്കിംഗ് അല്ല, പടം കോമഡി ഫിലിമാ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും തീർന്നു കിട്ടും. എന്തായാലും നല്ല രസമായിട്ട് നല്ല രസമായിട്ട് പടം. ശരി.